ഏക പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്നതും എല്ലാ നാവും പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി കർത്താവെന്ന് ഏറ്റുപറയുന്നതുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ സന്ധ്യാ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കട്ടെ. ബഹുമാന്യ കൃതദാസന്മാരുടെ സാന്നിധ്യത്തെ വിശേഷാൽ ഞാൻ ഈ സമയത്ത് തിരിച്ചറിയുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മകൾക്കും ശുശ്രൂഷകൾക്കുമായി ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം. നാം അതിലെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യങ്ങൾ വായിക്കുന്നത് അനുഗ്രഹമായിരിക്കുമല്ലോ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ആമേൻ. സ്തോത്രം. നാം ഇതിലെ ഒട്ടും മിക്ക ഭാഗങ്ങളും ഇന്നലെ രാത്രി കൊണ്ട് വിചിന്തനം ചെയ്തു. ഒന്നും കൂടെ ചില ഉപസംഹാര ചിന്തകൾ ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് പങ്കിടാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. അതിനു മുൻപ് ഇന്നലെ നമ്മൾ പഠിച്ചതിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഒന്നുമില്ലെന്ന് കരുതട്ടെ. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് നരകത്തിന്റെ ചില പ്രത്യേകതകളാണ്. എല്ലാ ഭാഗത്തേക്കും നമ്മൾ പോയില്ല. നമ്മൾ വായിച്ച ഈ വാക്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ടാണ് അത് ചിന്തിച്ചത്. നരകത്തെക്കുറിച്ചുള്ള ഒരു പൊതു പഠനമല്ല വെളിപ്പാട് പുസ്തകം 14-ന്റെ 9 മുതൽ 12 വരെയുള്ള, പ്രത്യേകിച്ച് 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ചില ചിന്തകളായിരുന്നു. അതിൽ പ്രധാനമായും നമ്മൾ കണ്ടത് ഓർക്കുമല്ലോ, ദൈവ കോപത്തിന്റെ പാത്രത്തിൽ ദൈവക്രോധമദ്യം ദൈവം കുടിപ്പിക്കുന്ന സ്ഥലമാണ് നരകം, അല്ലെങ്കിൽ അഗ്നിപ്പൊയ്ക, അഗ്നിഗന്ധകം. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അഗ്നിഗന്ധകം എന്നൊരു പ്രയോഗമാണ്. ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ. രണ്ടാമതായി നാം അവിടെ നിന്നും കണ്ടത് ഓർക്കുമല്ലോ, ടോർമെന്റേഷൻ, ദണ്ഡനം അനുഭവിക്കുന്ന സ്ഥലമാണ്. ഒരു തരത്തിലുമുള്ള സുഖമില്ല, ഒരു തരത്തിലും. 11-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നു, രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. ഒരൽപ്പം പോലും സ്വസ്ഥതയില്ലാത്ത സ്ഥലം, ദണ്ഡനത്തിന്റെ സ്ഥലം. മൂന്നാമത്, not an illusion, the torment is real, not imaginary. സ്തോത്രം.
Day and night. Eternal tormentation. നിത്യമായ ദണ്ഡനം അനുഭവിക്കുന്ന സ്ഥലം. പലരും, ക്രൈസ്തവര് തന്നെ, ചില ക്രൈസ്തവ പ്രസംഗകരും ഒക്കെ പഠിപ്പിക്കുന്നത്, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, കരുണാമയനായ ദൈവമാണ്, സ്നേഹവാനായ ദൈവമാണ്, അതുകൊണ്ട് നരകം നിത്യമല്ല എന്ന്. നരകം നിത്യമല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു, നരകം, അഗ്നിഗന്ധകം, അത് നിത്യശിക്ഷാവിധിയാണെന്ന്. സ്തോത്രം. നിത്യശിക്ഷാവിധി. അവരുടെ പുക എന്നേക്കും പൊങ്ങുന്നെന്നാണ്. രാവും പകലും, യുഗായുഗങ്ങൾ, അനന്തമായ ഒരു കാലം. ഈ ദണ്ഡനം നിത്യമാണ്. സ്തോത്രം. നിത്യമാണ്. ഓർക്കുക, ഇന്ന് പാപം ചെയ്ത് അതിന്റെ സുഖം ആസ്വദിക്കുന്നവർക്ക് ഇവിടെ വച്ച് ശിക്ഷയുണ്ട്. എന്നാൽ ഈ കാലത്ത് എല്ലായ്പ്പോഴും എല്ലാവർക്കും അങ്ങനെ ഒന്ന് കിട്ടിയെന്നിരിക്കില്ല എന്ന് വിചാരിച്ച് പാപത്തിന് ശിക്ഷയില്ലെന്നാരും കരുതരുത്. സാധാരണ നാം കേൾക്കുന്നത് പോലെ ഡിലേ ഈസ് നോട്ട് ഡിനയൽ. മറ്റു പല വിഷയങ്ങളിലുമാണ് അത് പറയാറുള്ളതെങ്കിലും ഈ സന്ദർഭത്തിലും അത് പ്രസ്താവ്യമാണ്. താമസം ഒരിക്കലും നിരസിക്കലല്ല. പാപത്തിന് ശിക്ഷ ഇന്ന് ഉടനടി കിട്ടുന്നില്ല എന്ന് കരുതി പാപത്തിന് ശിക്ഷയില്ലെന്ന് ആരും കരുതരുത്. എന്നാൽ ഈ മഹാപീഡന കാലത്ത്, എതിർക്രിസ്തുവിന്റെ സമയത്ത്, പാപത്തിന്റെ ശിക്ഷ ഇന്നത്തെ അത്രയും താമസിക്കില്ല. ജഡത്തിൽ വസിക്കുമ്പോൾ തന്നെ അവർക്കതിന്റെ ശിക്ഷ ലഭിക്കും. എന്നാൽ ജഡത്തിൽ വസിക്കുന്ന സമയത്തെ ശിക്ഷ കൊണ്ട് മാത്രം പാപത്തിന്റെ ശിക്ഷാവിധി തീരുന്നില്ല. മനസ്സിലായോ? ശരീരത്തിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവകാലത്ത് മാത്രം തനിക്ക് ലഭിക്കുന്ന ശിക്ഷകളാൽ പാപത്തിന്റെ ശിക്ഷാവിധി തീരുന്നില്ല. മരണശേഷമാണ് ശിക്ഷാവിധി. അത് നിത്യമാണ്. അതാണ് പാപത്തിന്റെ ഭീകരത എന്ന് പറയുന്നത്. സ്തോത്രം. നിത്യമായ ദണ്ഡനം. നിത്യമായ ദണ്ഡനം. അടുത്തത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഈ ഭാഗത്ത് നിന്നും കാണുന്നത്, There will be fire and brimstone that will never be extinguished. അഗ്നിഗന്ധകങ്ങൾ, അവിടുത്തേത് കെടാത്ത തീയാണ്. അവിടുത്തെ അനുഭവമാണ് തീയുടെയും ഗന്ധകത്തിന്റെയും കത്തൽ. ഏറ്റവും ലളിതമായി നാം പറഞ്ഞത്, മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, തീ കൊണ്ട് ഉപ്പിടുവെന്ന്. സ്തോത്രം. എന്ന് വെച്ചാൽ അവിടുത്തെ അഗ്നി കെടുന്നില്ല എന്ന് തന്നെ. നരകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ അത് വീണ്ടും മറ്റു പലയിടത്തും വിശേഷിച്ച് കർത്താവിന്റെ പ്രസംഗങ്ങളിൽ വരുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. നരകത്തിലെ ഭീകരത വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്
non-extinguishing, ever-burning brimstone and fire. ഒരിക്കലും കെടാത്ത, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിഗന്ധകങ്ങളുടെ അനുഭവം. അത് നരകത്തിന്റെ തീവ്രതയെയും ഭീകരതയും വർദ്ധിപ്പിക്കുന്നു. അടുത്തതൊന്നുണ്ട്. The torment condemnation is eternal, forever and ever. No bail, no reprieve. പരോളും ഇല്ല, ബെയിലും ഇല്ല, ജാമ്യവുമില്ലാതെ എക്കാലവും അവിടെ തന്നെ കിടക്കുന്ന നിത്യമായ ദണ്ഡനത്തിന്റെ അവസ്ഥ. അടുത്തത് വീണ്ടും ലജ്ജാകരമായ അനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. നെക്സ്റ്റ് വൺ. The torment would be in the presence of the holy angels and in the presence of the Lamb. ഏറ്റവും സഹിക്കാനൊക്കാത്ത അനുഭവമാണത്. ഈ ലഭിക്കുന്ന പീഡനം, അഗ്നിനരകത്തിന്റെ, അഗ്നിഗന്ധകങ്ങളുടെ അനുഭവം ആരും അറിയാതെ ഒറ്റയ്ക്ക് കിടന്നങ്ങ് അനുഭവിക്കായിരുന്നെങ്കിൽ നാണക്കേടെങ്കിലും ഇല്ലാതിരുന്നേനെ. സ്വയമെങ്കിലും അങ്ങ് അഭിമാനിക്കാമായിരുന്നു, ആശ്വസിക്കാമായിരുന്നു. ഒട്ടകപ്പക്ഷിയുടെ കൂട്ട് കണ്ണടച്ച് ആരും കാണുന്നില്ലെന്ന് വെക്കാമായിരുന്നു. പക്ഷേ ഈ ദണ്ഡനങ്ങളൊക്കെ അനുഭവിക്കുന്നത്, സ്തോത്രം, അവർ ഏറ്റവും കൂടുതൽ നിഷേധിച്ച, അവർ ഏറ്റവും കൂടുതൽ നിരസിച്ച, തള്ളിക്കളഞ്ഞ ദൈവകുഞ്ഞാടിന്റെയും ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പിലാണ്. നരകം പോലും ദൈവ സാന്നിധ്യത്തെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയാത്തതാണ്. എന്നാൽ ആ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ കണികയും കരുതലുമില്ലാത്ത ഒന്നാണ്. അവിടെ ദൈവത്തിന്റെ നീതിയും സത്യവും ക്രോധവും വിശുദ്ധിയിൽ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അത് ഭീതിതമാണ്, അത് ഭീകരമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം. എന്നാൽ സ്നേഹത്തോടും കരുണയോടും കൂടെയുള്ള ആ സാന്നിധ്യം നരകവാസികൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. 2 തെസലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ തന്നെ വായിച്ചോളൂ. 9ഉം 10ഉമാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. എന്നാൽ ഈ വാക്യങ്ങളെ നമ്മളിപ്പോൾ വായിച്ച വെളിപ്പാട് 14ന്റെ 9 മുതലുള്ള വാക്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഭാഗം പൗലോസ് 2 തെസലോനിക്കർ 2 Thessalonians 1:6 following 1:6 മുതൽ പറയുന്നുണ്ട്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ നിൽക്കണേ സോൺബ്, അതിന് അടുത്തത് നമുക്ക് വേണം. ഇവിടെ നമ്മൾ 14-ാം അധ്യായം വെളിപ്പാടിൽ വായിച്ചതുപോലെ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ വരുമ്പോൾ എന്നർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർക്ക്, 2 ദൈവജനത്തെ പീഡിപ്പിച്ചവർക്ക്, 2 കൂട്ടർ. 1
സുവിശേഷത്തിൽ വിശ്വസിക്കാഞ്ഞവർ, those who did not believe in the gospel. 2, who tormented or persecuted the saints, the obedient ones. സുവിശേഷത്തെ വിശ്വസിച്ച, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ പീഡിപ്പിച്ച അങ്ങനെയുള്ള കൂട്ടരുണ്ട്. അവർക്ക് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രതികാരവും പീഡയും. പീഡയും. സ്തോത്രം. അവരെ പീഡിപ്പിക്കുകയും അവരോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കും, അങ്ങനെ ചെയ്യുമെന്ന് പൗലോസ് നേരത്തെ പറഞ്ഞു. അതിനുള്ള നാഴികയാണിത് എന്ന ഒരു അവസാന മുന്നറിയിപ്പും കൂടെയാണ് നാം വെളിപ്പാട് 14 9 മുതൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള വാക്യങ്ങൾ 9 10 കൂടെ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. Praise. കേൾക്കാമല്ലോ? അപ്പോൾ ആ ദിവസം എന്ന് വെച്ചാൽ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന ദിവസം, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ദിവസം എന്നർത്ഥം. സ്തോത്രം. അന്ന് സുവിശേഷം അനുസരിക്കാത്തവർ നിത്യശിക്ഷാവിധി അനുഭവിക്കും. അവർക്ക് അനുഭവിപ്പാൻ കഴിയാത്ത 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ? കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം. സ്തോത്രം. കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം വിട്ടകന്ന്. സ്തോത്രം. ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് മഹത്വത്തോടെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, നമ്മളിപ്പോൾ വെളിപ്പാട് 14 കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ സുവിശേഷത്തെ വിശ്വസിക്കാത്ത, ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, കർത്താവിൽ നിന്ന് കഴിയുന്ന വ്യക്തികൾ, അവര് കർത്താവിന്റെ സന്നിധാനവും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ ആശ്ലേഷണവും എന്നിങ്ങനെയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ വിട്ടകന്ന് അനുഭവിപ്പാൻ കഴിയാത്തവരായി അവരെന്ത് ചെയ്യും? നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടും. നിത്യനാശം. അവിടെയും നാം കാണുന്നത് നിത്യനാശം എന്നുള്ള ഒരനുഭവമാണ്. സ്തോത്രം. അപ്പം പൗലോസ് 2 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 മുതൽ പറയുന്ന കാര്യങ്ങളും ഏതാണ്ട് ഒരേപോലെ വരുന്നു എന്നുള്ളതാണ്
നമ്മൾ ഇപ്പോൾ കണ്ടത്, മനസ്സിലാക്കുന്നത്. ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയില്ലെന്ന് പൗലോസ് പറയുന്നതിൻ്റെ സാരം, വിശുദ്ധന്മാർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ സ്നേഹമസൃണമായ അനുഭവങ്ങൾ ദയയോടും കരുണയോടും കൃപയോടും കരുതലോടും കൂടെയുള്ള സാന്നിധ്യം തന്നെ അവർക്ക് അനുഭവിപ്പാൻ കഴിയയില്ല എന്നാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്തല്ല? സ്വർഗത്തിൽ ദൈവസാന്നിധ്യം ഒതുങ്ങി നിൽക്കുന്നു, നരകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയില്ല എന്നുള്ളതല്ല. സ്തോത്രം. അവിടെയും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ദൈവസാന്നിധ്യമില്ലാത്ത ഒരിടവുമില്ല എന്നുള്ളതാണ് നാം ഇന്നലെ രാത്രിയിലും മനസ്സിലാക്കിയത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? അതെ പാസ്റ്റർ. സ്തോത്രം. കൂടാതെ നാം അവിടെ മനസ്സിലാക്കുന്ന മറ്റു ചില വസ്തുതകൾ കൂടെയുണ്ട്. സ്തോത്രം. അതിലേക്കും കൂടെ നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാം. അവിടെ നമ്മൾ കാണുന്നു, ഈ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ഈ ക്രോധമദ്യം പകർന്നു വച്ചിരിക്കുന്ന കോപത്തിന്റെ പാത്രം, അത് നാം കാണുന്നത് പ്രത്യേകിച്ച് ന്യായവിധിയെ കാണിക്കുന്നതാണ്. ഈ ക്രോധമദ്യവും ഈ കോപപാത്രവും, the cup of his wrath and his indignation. ഇത് ജഡ്ജ്മെന്റിനെ, ന്യായവിധിയെ കാണിക്കുന്ന സംഗതിയാണ്. നാം അത് തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും. പലയിടങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പാനപാത്രത്തെ കുറിച്ച് പറയുന്നതെല്ലാം ക്രോധത്തെ സംബന്ധിച്ചാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയെ സംബന്ധിച്ചാണ്. ഒത്തിരി ഭാഗങ്ങൾ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെയും നാം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം കണ്ടത് നമ്മുടെ കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഭാഗമായിരുന്നുവല്ലോ. മത്തായി 26:39 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. സങ്കീർത്തനം 75:8 വാക്യം ഒന്ന് വായിച്ചോളൂ. Psalm 75:8. For in the hand of the Lord there is a cup with foaming wine, well mixed, and he pours out from it, and all the wicked of the earth shall drain it down to the dregs. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പാനപാത്രമുണ്ട്. എന്താണ് അതിലുള്ളത്? വീഞ്ഞു നിറയ്ക്കുന്നു, മദ്യം നിറഞ്ഞിരിക്കുന്നു. അതാര് കുടിക്കും? ഭൂമിയിലെ സകല ദുഷ്ടന്മാരും. Praise God. കേൾക്കാമല്ലോ ഇപ്പോഴേ?
കർത്താവിന്റെ കയ്യിൽ പാനപാത്രം നിറഞ്ഞിരിക്കുന്നു. പാനപാത്രമുണ്ട്, അത് വീഞ്ഞ് അഥവാ ക്രോധമദ്യം നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ ദുഷ്ടന്മാർ അതിന്റെ മട്ടു വലിച്ചു കുടിക്കും. അതുപോലെ തന്നെ ജെറമായ 25:15, യിരെമ്യാവ് 25:15 കൂടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക. സ്തോത്രം. അപ്പൊ കണ്ടോ, ഇതെല്ലാം ദൈവത്തിന്റെ ക്രോധത്തെയും ന്യായവിധിയെയും കുറിക്കുന്നതാണ്. ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിനകത്ത് ഇപ്പൊ നമ്മൾ വായിച്ച 75-ാം സങ്കീർത്തനവും യിരെമ്യാവ് 25:15 പോലെയുള്ള 13 വാക്യങ്ങളെങ്കിലും 13 ഇടങ്ങളിലെങ്കിലും ഈ പാനപാത്രത്തെ ദൈവത്തിന്റെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇൻ 13 places we see in the Bible the cup is stated as the condemnation or the judgment against the sin of man. മനുഷ്യന്റെ പാപത്തിനെതിരായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ ചിത്രീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പാനപാത്രം. അത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ ക്രോധമാണ്, ന്യായവിധിയാണ്. സ്തോത്രം. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച യേശു കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇത്രയും വ്യക്തമാണോ? അടുത്തത് എങ്കിൽ ചോദ്യങ്ങളില്ല എങ്കിൽ അടുത്തത് നാം ആ ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്, സ്തോത്രം, sin is deliberate. പാപം ഇവിടെ മനഃപൂർവമായി ചെയ്യുന്നതാണ്. Here the sin people commit, the consequences of which are these condemnations, they are not out of innocence, but they are deliberate commitment of sin. They cannot be excused even as patriotism or civil services. പാപം, ഇവിടെ പറയപ്പെടുന്ന പാപം ഏതാണ്? രണ്ട് പ്രധാന പാപങ്ങൾ. ഒന്ന്, 9-ാമത്തെ വാക്യത്തിൽ, 9ഉം 10ഉം വാക്യങ്ങളിലാണല്ലോ, പ്രത്യേകിച്ച് 9ാമത്തെ വാക്യത്തിൽ, മൃഗത്തെയോ അവന്റെ പ്രതിമയെയോ നമസ്കരിക്കുക. 2, അവന്റെ മുദ്ര ഏൽക്കുക. ഇതാണ് ഇവിടെ പറയപ്പെടുന്ന പാപം. ഈ പാപങ്ങൾ എന്തല്ല, നിഷ്കളങ്കതയുടെ ഭാഗമല്ല, ദേശഭക്തിയുടെ ഭാഗമല്ല, നോട്ട് പാർട്ട് ഓഫ് പാട്രിയോട്ടിസം. It's not a loyalty to the civil state. ഇത് രാജ്യത്തോടോ ഗവൺമെന്റ് സർക്കാരിനോടോ ഉള്ള വിധേയത്വമല്ല.
പിന്നെ they are deliberate acts, purposefully done. അതായത് 1-ാം നൂറ്റാണ്ടിലും നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, 2-3 അധ്യായങ്ങൾ പഠിച്ച സമയത്ത്. അന്ന് എന്ത് ചെയ്തു? റോമൻ ചക്രവർത്തിമാർ ചക്രവർത്തി ആരാധന നടപ്പിലാക്കി. റോമൻ സർക്കാരിനോടോ റോമൻ ഭരണാധിപന്മാരോടോ കൈസർമാരോടോ ലോയൽറ്റി, വിധേയത്വം പുലർത്തുന്നവർ കൈസർ തന്നെ കർത്താവെന്ന് ഏറ്റുപറയണമായിരുന്നു. അത് തങ്ങളെ ഭരിക്കുന്ന സർക്കാരുകളോടുള്ള ഭരണാധിപന്മാരോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമായി പലരും ഏറ്റുപറഞ്ഞു. അവരതിനെ ദൈവത്തിനെതിരായ ഒരു പ്രവൃത്തിയായിട്ട് കണ്ടില്ല. അവരുടെ ഗവൺമെന്റിന് അനുകൂലമായ ഒരു നിലപാടായി, ദേശഭക്തിയായി മാത്രം പരിഗണിച്ചു. ഈ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തും അതുപോലെ തന്നെ ഭരണാധിപനായ എതിർക്രിസ്തുവിനെ നമസ്കരിക്കണം, ആരാധിക്കണം എന്ന സിവിൽ കോഡ്, നിയമം വരുമ്പോൾ ഞാനൊരു നല്ല പൗരൻ, സിറ്റിസൺ എന്ന നിലയിൽ ആ നിയമത്തെ അനുസരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. കർത്താവ് അതിനെ കണക്കാക്കുന്നത് മനഃപൂർവമായ വിധേയത്വമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ 2 പ്രവർത്തികൾ. എന്തൊക്കെ? എതിർക്രിസ്തുവിനെ ആരാധിച്ചു, കൂടാതെ ശരീരഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നെറ്റിമേലോ കൈമേലോ ആ എതിർക്രിസ്തുവിന്റെ മുദ്രയേൽക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തരും മനഃപൂർവം തങ്ങളെ തന്നെ എന്ത് ചെയ്യുകയാണ്? എതിർക്രിസ്തുവിന്, സാത്താന്യതൃത്വത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ശിക്ഷ ഇത്ര കഠിനമായിരിക്കുന്നത്. എല്ലായ്പ്പോഴും പാപം ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുക. പാപം അറിവുകേട് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ നിസ്സഹായത കൊണ്ടോ അറിയാതെയോ സംഭവിക്കുന്ന ഒന്നായി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് ഉള്ള ബന്ധത്തിൽ പറഞ്ഞത്, ഒരുവനൊരു പാപം ചെയ്തു, പക്ഷേ അവനത് മറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും അവൻ അതിന്റെ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഒഴിവുള്ളവനല്ല. അവൻ ആ പാപം ഓർമ്മ വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ അത് തിരിച്ചറിയുമ്പോൾ അതിന് പരിഹാരം കാണണം. ഇതുപോലെ അറിയാതെ പറ്റിപ്പോയി എന്ന് രാഷ്ട്രത്തോടുള്ള കൂറ് കാണിച്ചതാണെന്ന്, ദൈവമാക്കി വെച്ച ഭരണാധിപന്മാരോടുള്ള വിധേയത്വത്തിൽ നിന്നും ചെയ്തതാണെന്ന് പറഞ്ഞു രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്ന മറ്റൊരു സംഗതി. No sin is without consequence. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ കണ്ടേക്കും. Satan always tries to convince people that sin is without a consequence.
Satan always tries to convince people that sin has no effect. സാത്താൻ എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു ശ്രമം, ഒരു കൗശല പരിപാടിയുണ്ട്. മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതിന് മുമ്പ്, പാപം ചെയ്യുമ്പോഴും ഈ പാപത്തിന് ഒരു പരിണിത ഫലങ്ങളും ഇല്ലെന്ന് വ്യാജമായി അവരെ ധരിപ്പിക്കുവാൻ അവൻ ശ്രമിക്കും. മനസ്സിലായോ? ഏദനിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ദൈവം മനുഷ്യരോട് പറഞ്ഞു, ആദാമിനോടും ഹവ്വയോടും, ഈ പഴം നിങ്ങൾ തിന്നരുത്, ഈ ഫലം ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പാപത്തിന് ഘോരമായ പരിണിത ഫലമുണ്ടെന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞു. പക്ഷേ സാത്താൻ എന്താ പറഞ്ഞത്? നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. ഓ, നിശ്ചയം, ഗ്യാരണ്ടി. ദൈവം പറഞ്ഞതിനേക്കാൾ ഒരു പടി കൂടെ കടന്നവൻ പറയുകയാ, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. എന്ന് വച്ചാൽ നിങ്ങൾ ഈ പരിപാടി ചെയ്താൽ, ദൈവകൽപ്പന ലംഘിച്ചാൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. വ്യാജ വാഗ്ദാനം. പാപത്തിന് പരിണിത ഫലമില്ലെന്ന് വ്യാജമായി അവൻ മനുഷ്യരെ ധരിപ്പിക്കുന്നു. അങ്ങനെയാണ് പലരും പാപം ചെയ്യുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നിന്നും കർത്താവ് പറയുന്നു, നോ, എവറി സിൻ ഹാസ് ആൻ ഇഫക്റ്റ്. എവറി സിൻ വിൽ ബി റീപെയ്ഡ്. And that's why Romans 6:23 says, the wages of sin is death. പാപത്തിനൊരു ശമ്പളമുണ്ടെന്ന്, അത് നിത്യ മരണമാണെന്ന്, അത് സ്നേഹവാനായ പിതാവിൽ നിന്നും അറ്റുപോകുന്ന അനുഭവമാണെന്ന്, ദൈവവുമായി ബന്ധമില്ലാതെയാകുന്ന അവസ്ഥയാണെന്ന് തിരുവെഴുത്തുകൾ, വിശുദ്ധ രേഖകൾ നമ്മെ ആവർത്തിച്ചു പഠിപ്പിക്കുന്നു. ഇവിടെയും നാം അത് തന്നെയാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ കുഴപ്പമില്ല, ദോഷമില്ല എന്ന ധാരണ പിശാചാരുടെയെങ്കിലും ഉള്ളിൽ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, ഈ തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് നാം പുറത്തു വരണം. ദൈവശബ്ദത്തെ തിരിച്ചറിയണം, അത് നമ്മൾ വിശ്വസിക്കണം. പാപത്തിനൊരു ശമ്പളമുണ്ട്, അത് മരണമാണ്, അത് നിത്യമാണ്. സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്ന അടുത്ത സംഗതി. ഇത്രയും വ്യക്തമാണോ? Yes, Pastor. ഓക്കെ, സ്തോത്രം. അടുത്തത് നാം ഈ ഭാഗത്ത് നിന്നും കാണുന്ന ഒരു കാര്യം, there is a way and only one way of salvation. ഈ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, ഈ അഗ്നിഗന്ധകത്തിന്റെ നിത്യ ദണ്ഡനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. സ്തോത്രം. അതെന്താണെന്നാ പറയുന്നത്? സ്തോത്രം. 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവകൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുക. സ്തോത്രം. ദൈവകൽപ്പന കാക്കുക,
സൂക്ഷിക്കുക. യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രൈസ്റ്റ് എലോൺ. യേശുവിങ്കലുള്ള വിശ്വാസത്താൽ, സത്യദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിൽ മാനസാന്തരത്താൽ, ഈ നിത്യ അഗ്നിഗന്ധകങ്ങളുടെ ദണ്ഡനത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും വിമോചിതരാകാം. മറ്റൊരു മാർഗമില്ല. There is no other way. മറ്റൊരു മാർഗവും ഇല്ല. Only way of salvation, deliverance from this eternal condemnation is keeping the commandments of God and believing in the only Savior, Jesus Christ. സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, യേശു എന്ന പേരിന്റെ തന്നെ അർത്ഥം രക്ഷിതാവ്. പഴയ നിയമത്തിൽ ഇക്വലന്റ് ആയിട്ടുള്ള തത്തുല്യമായ പേരാണ് യോശുവ. So the name Jesus, Old Testament equivalent Joshua, Yeshua. നമുക്കറിയാം, the meaning is savior, രക്ഷകൻ എന്നാണ്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രം ഈ നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിമോചനം സാധ്യമാണ്. കാരണം നമ്മൾ ഇന്നലെയും മിനിയാന്നും കണ്ടു, ദൈവക്രോധമദ്യം പാനപാത്രത്തിൽ നിന്ന് അവസാനം വരെ മാനവജാതിക്ക് വേണ്ടി ഊറ്റി കുടിച്ചവൻ യേശു മാത്രം. ദൈവ ക്രോധാഗ്നിയിൽ സകല മാനവജാതിക്കും ജീവൻ നൽകുന്ന അപ്പമായി വെന്തെരിഞ്ഞവൻ, ജീവന്റെ അപ്പമായി പുറത്തു വന്നവൻ യേശു മാത്രം. സകല മാനവജാതിയുടെയും പാപം തന്റെ ശരീരത്തിന്മേൽ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് മഹത്വത്തിന്റെ വലഭാഗത്ത് ഇരിക്കുന്നവൻ ഏകൻ, അത് യേശു മാത്രം. സ്തോത്രം. ഇന്നും യേശുവിന്റെ രക്തം സകല പാപവും പോക്കി സകല മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്നതാണ്. പത്രോസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞതുപോലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും, ഒരു മനുഷ്യനിലും, ഒരു ദൈവത്തിലും, ഒരു പൂജ്യന്മാരിലും ആരാധ്യന്മാരിലും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏകനാമം യേശുവിന്റെ നാമമാണ്. ഇവിടെ ആ കാര്യം ഊന്നി പറയുന്നു. യേശുവിൽ കൂടെ മാത്രമേ നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിമോചനമുള്ളൂ. സ്തോത്രം. ഞങ്ങളെ ഇപ്പോഴോ ഇതിനു ശേഷമൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിൽ മാത്രം വിശ്വസിക്കുക. പുണ്യവാളന്മാരിലോ ശ്ലീഹന്മാരിലോ സ്ലീബന്മാരിലോ മതനേതാക്കന്മാരിലോ ഗുരുക്കന്മാരിലോ വിഗ്രഹങ്ങളിലോ ഒന്നും അരുത്. അവയ്ക്കൊന്നിനും നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനും നമ്മെ രക്ഷിക്കുവാനും ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനും കഴിയുകയില്ല. സ്തോത്രം. വിശദീകരണം എന്തെങ്കിലും വേണ്ടല്ലോ?
മറ്റൊന്ന് ഇവിടെ നാം കാണുന്നു, only when a person is still alive he can be delivered from this eternal doom. It is salvation is possible only when the person is still alive. സുബോധത്തോടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ രക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. മരണശേഷം ഇല്ല. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെടാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവത്തെ വിശ്വസിക്കുവാനൊക്കെ ഇവിടെ ആഹ്വാനം നൽകുന്നത്. സ്തോത്രം. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുള്ളൂ. മരണശേഷം ഇല്ല. മരണശേഷം അതിനൊരു സാധ്യതയുമില്ല. Only when a person is still alive he can get forgiveness, not after his death. മരണശേഷം ഇല്ല. അതാണ് നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. Our desires, our decisions all have eternal consequences. Please remember. നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും പോലും നിത്യമായ പ്രതിഫലം തരുവാൻ, പ്രതിഫലനങ്ങൾ സൃഷ്ടിപ്പാൻ സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ഡിസയേഴ്സ്, ഇച്ഛകളെയും പോലും നിയന്ത്രിക്കുക. നിത്യതയിൽ നഷ്ടം വരുത്തുന്ന തരത്തിൽ നാം ഒന്നും ആഗ്രഹിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്യരുത്. അപ്പോൾ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായോ? എന്തെങ്കിലും ആ ഭാഗങ്ങളിൽ നിന്ന് ഇനി നമുക്ക് പഠിപ്പാനായിട്ടുണ്ടോ? മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ലെന്ന് കരുതട്ടെ. 12-ാം വാക്യം നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണം കൂടുതൽ വേണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവകൽപ്പന, യേശുവിങ്കലുള്ള വിശ്വാസം, ഇത് രണ്ടും കാത്തുകൊള്ളുക. അത് കാത്തുകൊള്ളുന്നവരെ ഇവിടെ വിളിക്കുന്നത് വിശുദ്ധന്മാർ എന്നാണ്. സഹിഷ്ണുതയെക്കുറിച്ച് നാം ഇതിനു മുമ്പിലത്തെ അധ്യായത്തിൽ പഠിക്കുകയുണ്ടായല്ലോ. 13-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ആ കാര്യങ്ങൾ പഠിച്ചു. വിശ്വാസത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും. ഇവിടെ പറയുന്നു വിശുദ്ധന്മാരുടെ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെയിൻസ്. In simplest way, who is a saint? വീണ്ടെടുക്കപ്പെട്ടവർ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. മറ്റെന്തെങ്കിലും? അതിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ഓക്കെ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർപാട്. വേർപാട്. യാ, സ്തോത്രം. വിശുദ്ധി മീൻസ് സെപ്പറേഷൻ, സെറ്റ് അപ്പാർട്ട്. അപ്പോൾ വിശുദ്ധൻ എന്ന് പറഞ്ഞാലോ
വേർതിരിച്ചിരിക്കുന്നു. വേർതിരിക്കപ്പെട്ടവൻ. അതെ. ആർക്കു വേണ്ടി? കർത്താവിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി. ദൈവത്താലും സ്വയ തീരുമാനത്താലും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനും ആ അവസ്ഥയിൽ തന്നെ തുടരുന്നവനുമാണ് ഒരു വിശുദ്ധൻ. ഇതാണ് ഒരു വിശുദ്ധന്റെ നിർവചനം. എ സെയിന്റ് ഈസ് എ പേഴ്സൺ who is set apart for God, by God, and by volunteer decision or commitment, and also one who maintains that state of separation. He is a saint. ആരാണ് വിശുദ്ധൻ? ദൈവത്താൽ അതുപോലെ തന്നെ സ്വയ തീരുമാനത്താലും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനും ആ വേർപാടിന്റെ അവസ്ഥയിൽ തുടരുന്നവനുമാണ് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത്. നെറ്റിക്ക് വിശുദ്ധൻ എന്ന് എഴുതി വെച്ചതുകൊണ്ടോ, വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ, ഇറക്കം കൂട്ടി ഉടുപ്പിട്ടതുകൊണ്ടോ, മറ്റെന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളുടെ ആലേപനം കൊണ്ടോ ഒന്നും ഒരുത്തൻ വിശുദ്ധനാകുന്നില്ല. മരണശേഷമല്ല ഒരുവൻ വിശുദ്ധനാകുന്നത്, ജീവിച്ചിരിക്കെയാണ് അവൻ വിശുദ്ധനായിരിക്കേണ്ടത്. ആരെങ്കിലും മരിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരെ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പിന്നെ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും പ്രഖ്യാപിച്ചല്ല വിശുദ്ധന്മാരാക്കുന്നത്. അത് ദൈവവചനത്തിന് യോജ്യമല്ലാത്ത രീതിയാണ്. ഇവിടെ വിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനായി തന്നെത്താൻ വേർതിരിച്ചവൻ, ദൈവത്തിനായി ദൈവം തന്നെ വേർതിരിച്ചവൻ. അപ്പൊ അതിനകത്ത് ആ വേർതിരിവിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ആരാ നമ്മളെ വേർതിരിക്കുന്നത്? ദൈവം. സങ്കീർത്തനം 4:3 ഒന്ന് വായിച്ചോളൂ. Psalms 4:3. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. സ്തോത്രം. ഭക്തനെ യഹോവ തനിക്ക് അല്ലെങ്കിൽ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. യോഹന്നാന്റെ സുവിശേഷം യാഗം കഴിച്ച എന്റെ വിശുദ്ധന്മാരെ എന്റെ ഒരിക്കൽ കൂട്ടുമെന്ന് പറയുന്നതും. അതെ, ഓക്കെ. ദൈവം ദൈവത്തിനായിട്ട് വേർതിരിച്ചു. അത് ആ ഭാഗം വരുന്നത് സ്വയം നമ്മൾ വോളണ്ടിയർലി സമർപ്പിക്കുക. യാഗം അവര് കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാണ്. ഇപ്പം രണ്ട് ഭാഗങ്ങളാ. ഒന്ന്, ദൈവം നമ്മെ ദൈവത്തിനായിട്ട് വേർതിരിക്കുന്നു. രണ്ട്, നമ്മൾ തന്നെ നമ്മെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ വേർതിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഭാഗമാണ് അച്ചാൻ ഇപ്പൊ പറഞ്ഞത്. 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത്. 4-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും ഉള്ളത്. സ്തോത്രം. യോഹന്നാൻ 15-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 15:19 ജോൺ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും തങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചവരുമാണ് വിശുദ്ധന്മാർ.
അവരെന്ത് ചെയ്യണം? ഈ നരകവിധി ഒഴിയണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന കാത്തുകൊള്ളണം. അവിടെ കൽപ്പന എന്നതിന്റെ അർത്ഥം ദൈവവചനം പ്രമാണിക്കുക എന്ന. Be devoted to obey the word of God. That is what is meant by keeping his commandments. സ്തോത്രം. 2, യേശുക്രിസ്തുവിങ്കൽ വിശ്വസിക്കുക. അവർക്ക് ഒരുപക്ഷെ ജീവൻ പോയേക്കാം, ശരീരത്തിന്റെ ജീവൻ പോയേക്കാം, എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്ന 9 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്ന നിത്യശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടാം, നരകത്തിൽ നിന്ന് മോചനം നേടാം. ശാരീരിക മരണത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് മോചനം ലഭിച്ചെന്ന് വരില്ല. ശാരീരിക പീഡകളിൽ നിന്ന് മോചനം ലഭിച്ചുവെന്നും വരില്ല. ഭൗതികമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവന്റെ അപായം പോലും സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊന്നും നഷ്ടമല്ല, അതെല്ലാം നിത്യതയിൽ നേട്ടമാണ്. അതുകൊണ്ട് നമുക്കും സ്തോത്രം സ്രഷ്ടാവിനെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എത്ര കഷ്ടവും നഷ്ടവും സഹിക്കേണ്ടി വന്നാലും പിന്മാറാതെ മുൻപോട്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.